അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ സമയങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സർവ തെറ്റുകളും കുറ്റങ്ങളും പടച്ച റബ്ബ് പൂർണ്ണമായി മഗ്ഫിറത്ത് തന്നു മാപ്പ് തന്ന് അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥ മുഅ്മിനായി തഖ്വയോടെ ജീവിച്ച് അവസാനം പരിശുദ്ധമായ കലിമ ചൊല്ലി ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സൗഭാഗ്യവാന്മാരിൽ നാം ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. രോഗങ്ങൾ, മറ്റു പ്രയാസങ്ങൾ പൂർണ്ണമായി സലാമത്തും ശിഫയും തന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മരിച്ചുപോയവർ, കാരണവന്മാർ, തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിനുള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഈ സമയങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു അവരുടെ ഖബറുകൾ വെളിച്ചമാക്കി സ്വർഗീയ സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റജബിൻ്റെ സമയങ്ങൾ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ തയ്യാറെടുപ്പുകൾക്കും ഒരുക്കങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കേണ്ട സമയമാണ് എന്നാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇബാദത്തുകളിൽ കൂടുതൽ ആവേശം കാണിക്കേണ്ട സമയമാണ്. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ട സമയങ്ങളാണ്. നിസ്കാരം അടക്കമുള്ള ദൈനംദിന ഇബാദത്തുകളിൽ സംഭവിച്ചിട്ടുള്ള കുറവുകളും പോരായ്മകളും ഒക്കെ പരിശോധിക്കുകയും അത്തരം പോരായ്മകൾ പരിഹരിക്കാനുള്ള വലിയ തയ്യാറെടുപ്പും വലിയ പരിശ്രമവും വീണ്ടെടുക്കലുകൾക്ക് വേണ്ടിയുള്ള വലിയ ത്യാഗങ്ങളും ഒക്കെയായി നമ്മൾ മുന്നോട്ടു പോകേണ്ട സമയമാണ് പരിശുദ്ധമായ റജബ് മുതൽ ഉള്ള സമയങ്ങൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ നിലക്ക് നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ഈമാനിനെ കൂടുതൽ തെളിച്ചമുള്ളതാക്കാൻ, കൂടുതൽ കരുത്തുള്ളതാക്കാൻ ഉള്ള വലിയ ശ്രദ്ധ നമ്മിൽ നിന്നുണ്ടാകേണ്ട സമയമാണ്. അൽ ഈമാനു യസീദു വയൻഖുസു, ഈമാൻ അത് കൂടുകയും കുറയുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നതാണ്. ചില സമയങ്ങളിൽ നമ്മുടെ ഈമാൻ കൂടും, അല്ലെങ്കിൽ കൂടേണ്ട ചില സമയങ്ങളുണ്ട്. ഒരു മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് ആ മരണ വീട്ടിൽ നാം പോകുമ്പോൾ, ആ ജനാസയോടൊപ്പം നമ്മൾ കൂടുമ്പോൾ, പള്ളിയിൽ വന്ന് നമ്മൾ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ, ആ മയ്യത്ത് അടക്കുന്ന ചടങ്ങുകളിൽ ഒക്കെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ മരണത്തെ കൂടുതലായി ഓർത്ത് നമ്മുടെ ഈമാൻ വർദ്ധിക്കേണ്ട ഒരു സമയമാണത്. അതുപോലെ റജബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാനിന് പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ഒരു സമയമാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കരുത്തുള്ള, പവറുള്ള ഈമാൻ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയമെന്നാണ്. ഇന്നത്തെ ഭൗതികമായ ഏത് ആയുധങ്ങളെക്കാളും, മറ്റു ടെക്നോളജികളെക്കാളും അവകൾ കൊണ്ടൊന്നും സാധിക്കാത്തത് ഈമാനിൻ്റെ പവർ കൊണ്ട് സാധിക്കും എന്നാണ്. ഭൗതിക സംവിധാനങ്ങൾക്ക് കഴിയാത്തത്, അവ പരാജയപ്പെടുന്നിടത്ത് ഒരു സത്യവിശ്വാസിയുടെ ഈമാൻ അല്ലെങ്കിൽ ഈമാനുള്ള
കാമിലായ ഈമാനുള്ള ഒരു വിശ്വാസി അവന്റെ കരങ്ങൾ ഉയർത്തി അള്ളാഹുവിനോടുള്ള ഒരു ചോദ്യം കൊണ്ട് സാധിക്കുന്നതാണ്. വൈദ്യശാസ്ത്രം, മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ടുപോയ പല രോഗികളും ഇനി ജീവിതത്തിലേക്ക് മടക്കമില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടുള്ള പലരും ആരുടെയൊക്കെയോ ദുആയുടെ ഫലമായി, പ്രാർത്ഥനയുടെ ഫലമായി ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ചരിത്രമാണ്, അനുഭവമാണ്. ആരുടെയോ ഏതോ ഒരാളുടെ ദുആ. അതുകൊണ്ടാണ് അസുഖങ്ങൾ രഹസ്യമാക്കി വെക്കരുത് എന്ന് പറയുന്നത്. ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ചിലർക്ക് പിടിപെട്ടാൽ അത് മറ്റുള്ളവരോട് പറയാനൊരു വിഷമാണ്, മറ്റുള്ളവർ അറിയുന്നതൊരു ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കുമല്ല, ചിലർക്കെങ്കിലും, ഒറ്റപ്പെട്ട ചിലർക്കെങ്കിലും, ആരെങ്കിലുമൊക്കെ തന്നെ കാണാൻ വരുന്നത് അത് വിഷമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആകരുത് എന്നാണ്. ആരോടൊക്കെ ദുആ വസിയത്ത് ചെയ്യാൻ പറ്റുമോ അവരോടൊക്കെ ദുആ വസിയത്ത് ചെയ്തിരിക്കണം. കാരണം ഏതെങ്കിലും ഒരാളുടെ ദുആ, പ്രാർത്ഥന ചിലപ്പോൾ നമ്മുടെ രോഗത്തിനുള്ള ട്രീറ്റ്മെന്റായി അള്ളാഹു സ്വീകരിച്ചേക്കും. അതുകൊണ്ട് ഈമാൻ, മുസ്ലിമിന്റെ ഈമാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പവർ, അത് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. ഖാല യാ അയ്യുഹൽ മല അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാൻ കൊട്ടാരത്തിലേക്ക് ബിൽഖീസ് രാജ്ഞി പുറപ്പെട്ടപ്പോ തന്റെ രാജസദസ്സിലുണ്ടായിരുന്നവരോട് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞത് പരിശുദ്ധമായ ഖുർആൻ വിശദമായി ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ബിൽഖീസ് രാജ്ഞി എന്റെ അടുക്കലേക്ക് എത്തുന്നതിന് മുമ്പ് അവരുടെ കൊട്ടാരത്തിൽ അവർ സൂക്ഷിച്ചു വച്ചിട്ടുള്ള അത്ഭുത സിംഹാസനം എന്റെ അടുക്കൽ കൊണ്ടുവരാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഇഫ്രീത്ത് എന്ന പേരുള്ള ജിന്ന് പറഞ്ഞു, ഞാനത് കൊണ്ടുവരാം. ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്, അങ്ങ് ഈ രാജസദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനു മുമ്പ്, ഈ രാജസദസ്സ് പിരിയുന്നതിനു മുമ്പ് ഞാൻ കൊണ്ടുവരാം. അതിനേക്കാൾ സ്പീഡിൽ, വേഗതയിൽ അത് കൊണ്ടുവരണം. ആരുണ്ട്? ആസിഫ് ബിൻ ബർഖിയ എന്ന പേരുള്ള അള്ളാഹു ഇഷ്ടപ്പെട്ട വലിയകളിൽപ്പെട്ട മഹാൻ ആ സമയത്ത് പറഞ്ഞു, അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്, നിമിഷ നേരം കൊണ്ട് ഞാനത് കൊണ്ടുവരാം. കണ്ണൊന്നടച്ചു തുറക്കുന്നതിന് മുമ്പ് നിമിഷ നേരം കൊണ്ട് ഞാൻ അങ്ങയുടെ മുന്നിൽ ആ സിംഹാസനം കൊണ്ടുവരാം. സുലൈമാൻ നബി അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിലാണ്, ഫലസ്തീനിലാണ്, യമനിലാണ് ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ഉള്ളത്. യമനിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിൽ കണ്ണടച്ചു തുറക്കുന്നതിന് കൊണ്ടുവരാം, മുമ്പ് കൊണ്ടുവരാം. ആ നിലക്ക് കൊണ്ടുവന്നു എന്നാണ്. നിമിഷ നേരം കൊണ്ട് ആസിഫ് ബിൻ ബർഖിയ അള്ളാഹുവിനോടൊന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ മനസ്സുകൊണ്ടൊന്ന് ആഗ്രഹിച്ചു. പടച്ചവനോടൊന്ന് ചോദിച്ചു, അല്ലെങ്കിൽ മനസ്സുകൊണ്ടൊന്ന് ആഗ്രഹിച്ചു, അതേ സംഭവിച്ചിട്ടുള്ളൂ. നിമിഷ നേരം കൊണ്ട് സിംഹാസനം യമനിൽ നിന്ന് ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസിൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഈമാനിന്റെ പവറാണ്. ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു തആല അൻഹുവിനോട് ചിലര് വന്നിട്ട് പറഞ്ഞു, ഖദിഹ്തറഖത് ദാറുക, അങ്ങയുടെ വീട് കത്തിപ്പോയിട്ടുണ്ട്. അബൂദർദാ റളിയല്ലാഹു തആല അൻഹുവിനോട്, സഹാബിയാണ്, പ്രമുഖനായ സഹാബിയാണ്, ഖദിഹ്തറഖത് ദാറുക, അങ്ങയുടെ വീട് കത്തിപ്പോയിട്ടുണ്ട്. അദ്ദേഹം മറുപടി കൊടുത്തു, അദ്ദേഹം പള്ളിയിലാണ്. അബൂദർദാ റളിയല്ലാഹു തആല അൻഹു മസ്ജിദിലാണ്.
അദ്ദേഹം മറുപടി കൊടുത്തു, മാ കാന അല്ലാഹു ലയഫ്അലു ദാലിക, ഒരിക്കലും അല്ലാഹു എന്നോടങ്ങനെ ചെയ്യില്ല. എന്റെ വീട് കത്തൂല. നിങ്ങളുടെ വീട് കത്തിച്ചാമ്പലായി പോയതാണ് ചിലർ വന്ന് പറയുന്നത്. അദ്ദേഹം പറയാൻ, മാ കാന അല്ലാഹു ലയഫ്അലു ദാലിക, അല്ലാഹു എന്നോടങ്ങനെ ചെയ്യൂല, എന്റെ വീട് കത്തൂല. 3 പ്രാവശ്യം ആളുകൾ വന്ന് മഹാനവർകളോട് പറഞ്ഞു, നിങ്ങളുടെ വീട് പോയി, കത്തിപ്പോയി. ഇദ്ദേഹം പറഞ്ഞു, അല്ലാഹ് എന്നോടങ്ങനെ ചെയ്യൂല, എന്റെ വീട് കത്തിക്കൂല. അവസാനം ഒരാള് വന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ വീടിരിക്കുന്ന മഹല്ലത്തിൽ വലിയ അഗ്നിബാധയുണ്ടായി, എല്ലാ വീടുകളും കത്തി എരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അങ്ങയുടെ വീടിന്റെ അടുക്കലെത്തിയപ്പോൾ തീ അണഞ്ഞുപോയി, അങ്ങയുടെ വീട് സുരക്ഷിതാണ്. അബൂദർദാ റളിയല്ലാഹു തആല അൻഹു മറുപടി കൊടുത്തു, സർവ വിപത്തുകളിൽ നിന്നും രക്ഷ നേടാൻ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു വ അൻത റബ്ബുൽ അർശിൽ അദീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് തുടങ്ങുന്ന റസൂല് പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സർവ വിപത്തുകളിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു ദുആ. അത് ചൊല്ലിയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. പിന്നെ എന്റെ വീടെങ്ങനെ കത്താനാണ്? എന്റെ വീടിനെങ്ങനെ തീ പിടിക്കാനാണ്? അബൂദർദാ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാൻ കാമിലായ നാവുകൊണ്ട് ആ ദുആ ചൊല്ലിയിട്ട് വന്നപ്പോ അദ്ദേഹത്തിന്റെ വീട് സുരക്ഷിതമായിട്ട് മാറി. എന്നിട്ട് ആളുകൾ വന്ന് അങ്ങയുടെ വീട് കത്തിയിട്ടുണ്ട്, കത്തിച്ചാമ്പലായി എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം പറയാൻ, മാ കാന അല്ലാഹു ലയഫ്അലു ദാലിക, എന്നോട് അല്ലാഹു അങ്ങനെ ചെയ്യില്ല, എന്റെ വീട് കത്തൂല. കത്തിപ്പോയി എന്ന് പറയുമ്പോഴാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെ സംഭവിക്കൂല. ആ ഉറപ്പ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ആത്മവിശ്വാസം. അത് ഈമാനിന്റെ പവറാണ്. ആ ആത്മവിശ്വാസം അത് വിശ്വാസത്തിന്റെ ഈമാനിന്റെ പവറാണ്. ലോകം മുഴുവനും നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നാൽ, അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നാൽ, ലം യൻഫഊക, അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. ലം യദുറൂക, നിങ്ങളെ ഉപദ്രവിക്കാനും അവർക്ക് കഴിയില്ല. ഇല്ലാ ബിശൈഇൻ ഖദ് ഖതബഹു അല്ലാഹു ലക്, നിനക്ക് വേണ്ടി അല്ലാഹ് നിശ്ചയിച്ച നിലക്കല്ലാതെ, ഒരു കാര്യം കൊണ്ടല്ല. മുഅ്മിനിന്റെ ഈമാനാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ്. ലോകം മുഴുവനും നമ്മെ ഉപദ്രവിക്കാൻ വന്നാലും അല്ലാഹ് തീരുമാനിച്ച നിലക്കല്ലാതെ നടക്കൂല. ലോകം മുഴുവനും ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മുടെ വക്കാലത്ത് ഏറ്റെടുത്ത് നമ്മെ സഹായിക്കാൻ വന്നാലും നടക്കൂല. അല്ലാഹു നിനക്ക് നിശ്ചയിച്ച നിലക്ക് അല്ലാതെ അത് സംഭവിക്കൂല എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഈമാൻ എന്റെയും നിങ്ങളുടെയും ഖൽബിൽ ഉറച്ചാൽ, അങ്ങനൊരു ഈമാൻ എന്റെയും നിങ്ങളുടെയും ഖൽബിൽ ഉറച്ചാൽ, പിന്നെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ എന്തിനെയാണ്, ഏത് പ്രതിസന്ധിയെയാണ് നമുക്ക് പേടിക്കാനുള്ളത്? 1000 PC ജോർജുമാര് അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ജോർജുമാര് പറഞ്ഞോട്ടെ, നിങ്ങൾ തീവ്രവാദിയാണ്, നിങ്ങൾ ഭീകരവാദിയാണ്, നിങ്ങൾ മുഴുവനും ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിമീങ്ങളും എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോ എന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ഈമാൻ കാമിലാണെങ്കിൽ നമുക്ക് പേടിക്കാൻ എന്താണുള്ളത്? എല്ലാം അല്ലാഹുവാണ്. ഭൗതികമായ ഇടപെടലുകൾ, ഭൗതികമായ സംവിധാനങ്ങൾ, അതെല്ലാം അല്ലാഹുവിന്റെ ഇടപെടലിന് മുന്നിൽ നിസ്സാരമാണ്. ഭൗതികമായി എന്തൊക്കെ ഉണ്ടാകട്ടെ, അത് നമ്മുടെ സമ്പത്താകട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനമാകട്ടെ, എന്തുണ്ടെങ്കിലും പടച്ചവന്റെ ഇടപെടലിന് മുന്നിൽ അള്ളാഹുവിന്റെ എല്ലാം നിസ്സാരാണ്. ലോകം തന്നെ
കത്തിച്ച് ചാമ്പലാക്കി ലോകം നരകമാക്കി മാറ്റാൻ കഴിയുന്നതാണ് അമേരിക്കയ്ക്ക്. പക്ഷേ അവിടെ ഉണ്ടായ ഒരു ചെറിയ അഗ്നിഗോളം അത് പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ ഒരാഴ്ച 10 ദിവസം കഴിഞ്ഞിട്ടും അവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ്. ലോകം മുഴുവനും ഒരു നിമിഷം കൊണ്ട് അതിനാവശ്യമായ വലിയ സൈനിക സംവിധാനങ്ങളും ആയുധങ്ങളും പടക്കോപ്പുകളും എല്ലാം അവർക്കുണ്ട്. പക്ഷേ അവിടെ ഉണ്ടായ ഒരു അഗ്നിബാധ അത് പൂർണ്ണമായിട്ട് നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാണ്. കാലിഫോർണിയയിൽ ലോസ് ഏഞ്ചൽസിൽ 35,000-ത്തിലധികം ഏക്കറുകൾ അഗ്നിക്ക് ഇരയായി എന്നാണ്. 2,00,000 ലക്ഷത്തിന്റെ അടുക്ക ആളുകളെ മാറ്റി താമസിപ്പിച്ചു എന്നാണ്. 10,000-കണക്കിന് വീടുകളാണ് കത്തിച്ചാമ്പലായി പോയത്. ആ പ്രദേശത്തുള്ള വീടുകളുടെ പ്രത്യേകത ഭൂരിഭാഗവും തടി കൊണ്ട് നിർമ്മിച്ച അത്യാഡംബര വീടുകൾ. 288 കോടി രൂപ വില വരുന്ന മുടക്ക് മുതലുള്ള തടി കൊണ്ടുള്ള വലിയ ബംഗ്ലാവുകൾ പോലും കത്തിച്ചാമ്പലായി പോയി. ഇതുവരെ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ പറ്റിയിട്ടില്ല. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രമാണ്, ഏറ്റവും വലിയ സമ്പന്നർ താമസിക്കുന്ന മേഖലയിലാണ് ഈ സംഭവം നടക്കുന്നത്. മനുഷ്യന് എത്ര വലിയ സൈനിക സാമ്പത്തിക ശേഷിയും സംവിധാനങ്ങൾ ഉണ്ടാകട്ടെ, അള്ളാഹുവിന്റെ ഇടപെടലിന് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോകുന്ന, നിസ്സഹായരായി പോകുന്ന, ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ലോകശക്തികൾ പോലും അമ്പരന്നു പോകുന്ന കാഴ്ച ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കാണുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അള്ളാഹുവിന്റെ ഇടപെടലാണ് എന്ന് വിശ്വസിക്കുന്ന നമ്മൾ ബാഹ്യമായി നോക്കുമ്പോൾ നഷ്ടങ്ങളാണെങ്കിലും അത് പടച്ചവൻ വിധിച്ചതാണ് എന്ന് ഈമാൻ ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമാധാനം നഷ്ടപ്പെടൂല. എന്നും തല ഉയർത്തി നിൽക്കാൻ കഴിയും. ഫലസ്തീനിൽ നമ്മൾ കണ്ടത് അതാണ്. 15 മാസങ്ങൾക്ക് മുമ്പ് ഫലസ്തീനിൽ ഗാസയിൽ ഇസ്രയേൽ അക്രമം നടത്തുമ്പോ അവരെന്തൊക്കെയാണോ പറഞ്ഞിരുന്നത്, അവരുടെ ലക്ഷ്യങ്ങൾ ഇന്നതൊക്കെ എന്ന് എണ്ണി ലോക സമൂഹത്തോട് പറഞ്ഞത് ഒന്നുപോലും സാധ്യമാകാതെയാണ് ഈ 15 മാസങ്ങൾക്ക് പിന്നിടുമ്പോ അവർ സമാധാന കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത്, ഒന്നും നേടാതെ. പക്ഷെ ഫലസ്തീനിലെ പാവപ്പെട്ട മക്കളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും 50,000-ന്റെ മുകളിൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. 1,00,000-ന്റെ മുകളിൽ ആളുകൾ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. നാട് തന്നെ നാശമായിട്ടുണ്ട്. വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇസ്സത്തോടെ തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ഫലസ്തീനിലെ മക്കൾ ലോകത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. അവർക്കൊരു ഇസ്സത്ത് കുറവില്ല, അവരുടെ പവറിന് കുറവില്ല, ശക്തിക്ക് കുറവില്ല. അഭിമാനം ആരുടെ മുന്നിലും അവര് കൊണ്ടുപോയി അടിയറ വച്ചിട്ടില്ല. തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ആ സമാധാന കരാർ ഒപ്പിടുന്ന സമയത്ത് ലോകത്തിന്റെ മുന്നിൽ ഫലസ്തീൻ മക്കൾ നിൽക്കുന്നത്. ഈമാൻ എന്ന ഒരൊറ്റ പവറാണ് നമ്മുടെ ഏറ്റവും വലിയ ഇസ്സത്ത്. അതാണ് എന്റെയും നിങ്ങളുടെയും. എല്ലാം അല്ലാഹുവാണ്, പടച്ചവൻ നിശ്ചയിക്കുന്നത് മാത്രം. അവന്റെ ഇടപെടലുകൾ എന്താണോ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് അതെല്ലാം അത് ബാഹ്യമായി നോക്കുമ്പോ നമുക്ക് സങ്കടം വരുത്തുന്നതാണെങ്കിലും ഇതൊക്കെ അള്ളാഹു വിധിച്ചത് എന്ന് ക്ഷമയോടെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന, ലോകം മുഴുവനും എന്നെ സഹായിക്കാൻ വേണ്ടി വന്നാലും അള്ളാഹ് ഉദ്ദേശിക്കാതെ നടക്കില്ല. ലോകം മുഴുവനും എനിക്ക് വക്കാലത്തായി എന്നെ സഹായിക്കാൻ വന്നാലും അള്ളാഹ് നിശ്ചയിക്കാതെ, എന്നെ ഉപദ്രവിക്കാൻ വന്നാലും അള്ളാഹു തീരുമാനിക്കാതെ നടക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി വല്ലാത്ത പവറാണ്. റജബിന്റെ ദിവസങ്ങൾ കൊഴിഞ്ഞു പോകുന്ന ഈ സമയത്ത് പല പരിശോധനകളുടെയും തയ്യാറെടുപ്പുകളുടെയും ഒരുക്കങ്ങളുടെയും കൂട്ടത്തിൽ ഞാനും നിങ്ങളും നമ്മുടെ ഈമാൻ കൂടി പരിശോധിക്കണം.
നമ്മുടെ ഈമാൻ അൽ-ഈമാനു യസീദു വയൻഖുസു, അത് കൂടുകയും കുറയുകയും ചെയ്യും, കൂടുകയും കുറയുകയും ചെയ്യും. ഇതിനു മുമ്പുള്ള സമയം, റജബിന് മുമ്പുള്ള സമയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈമാൻ കുറഞ്ഞ സമയമായിരിക്കും, അല്ലെങ്കിൽ ഈമാൻ കുറഞ്ഞു പോയിട്ടുള്ള സമയമായിരിക്കും. റജബ് മുതൽ എന്ന് പറഞ്ഞാൽ ആ കുറവ് പരിഹരിക്കാനുള്ള സമയമാണ്, ആത്മപരിശോധന നടത്തേണ്ട സമയമാണ്. ആ വിഷയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ കാമിലായ ഈമാനിന്റെ വക്താക്കളായി നാം ഏവരെയും സ്വീകരിക്കട്ടെ. പരിശുദ്ധ കലിമ ചൊല്ലി ഈ ലോകത്തുനിന്ന് വിട പറയുന്ന സൗഭാഗ്യവാന്മാരിൽ നാം ഓരോരുത്തരെയും പടച്ച റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ